കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 50 ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ച് ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയതിനു ശേഷം BJPക്കെതിരെ ശക്തമായി പോരാടുകയാണ്. BJP പ്രതിപക്ഷ പാർട്ടികളെ മാത്രമല്ല സ്വന്തം പാർട്ടിയിലുള്ളവരെയും ലക്ഷ്യം വെച്ച് ജയിലിലാക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. ഒരു രാജ്യം ഒരു നേതാവെന്ന മിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചിരിക്കുകയാണെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ഭാവി ഉടൻ തന്നെ ഇല്ലാതാകുമെന്നും കെജ്രിവാൾ മുന്നറിയിപ്പ് നൽകി. ഇടക്കാല ജാമ്യം ലഭിച്ച ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷിയടക്കമുള്ളവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ BJP തുടച്ചു നീക്കിയെന്ന് പറഞ്ഞ കെജ്രിവാൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, BJP മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ, വസുന്ധരൈ രാജെ, ML ഖട്ടർ, രമൺ സിംഗ് അടക്കമുള്ളവരുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു. അടുത്തത് യോഗി ആദിത്യനാഥാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ അവർ മാറ്റുമെന്നും കെജ്രിവാൾ പറഞ്ഞു. BJP ചോദിക്കുന്നു ആരാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രിയെന്ന്. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് ആരാണ് BJPയുടെ പ്രധാനമന്ത്രിയെന്നാണ്. സെപ്റ്റംബർ 17ഓടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സാകും. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ പാർട്ടി നിയമമനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞവർ റിട്ടയർ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ, യശ്വന്ത് സിൻഹ അടക്കമുള്ളവർ റിട്ടയർ ചെയ്തു. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊഴം. സെപ്റ്റംബറോടെ മോദി റിട്ടയർ ചെയ്യാനിരിക്കുകയാണെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. BJP സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ആദ്യം യോഗി ആദിത്യനാഥിനെ ഒതുക്കും, അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കും. അമിത്ഷായ്ക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി വോട്ട് ചോദിക്കുന്നത്. അമിത്ഷാ മോദിയുടെ ഗ്യാരണ്ടി പൂർത്തിയാക്കുമോ എന്നും കെജ്രിവാൾ ചോദിക്കുന്നു.